ഇന്നലെ യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള ഡിസിഷനാണ് ഇന്നലെ വരേണ്ടിയിരുന്നത്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അൺചേഞ്ച്ഡ് എന്ന് തന്നെയാണ് വന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അത് ഏതാണ്ട് 90% ആൾക്കാർ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല. മറ്റൊന്ന് യുഎസും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാർ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. ചർച്ചകൾ ഈ ആഴ്ച തന്നെ തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ യുഎസിന്റെ പ്രതിനിധി സ്വിറ്റ്സർലൻഡിലേക്ക് പോയി ചൈനയുടെ പ്രതിനിധിയായിട്ട് ചർച്ച നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റേറ്റ് ചേഞ്ച് ഒന്നും വരുത്തിയില്ലെങ്കിൽ പോലും യുഎസുമായിട്ടുള്ള ട്രേഡ് ഡീല് പോസിറ്റീവ് ആയതുകൊണ്ട് യുഎസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഫെഡിന്റെ ചെയർമാൻ പറഞ്ഞത് അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷനും ഇപ്പോഴും ഒരു മെയിൻ പ്രോബ്ലം തന്നെയാണ്. അതുപോലെ തന്നെ താരിഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാരിറ്റി ആയാലേ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓൾറെഡി ഇത് മാർക്കറ്റെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് യുഎസ് മാർക്കറ്റുകളെല്ലാം അതുകൊണ്ട് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഈ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് അത്തരത്തിലൊരു അൺസർട്ടിനിറ്റി അല്ലെങ്കിൽ യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിൽ ഏറ്റവും അധികം പോസിറ്റീവ് കാണിച്ചത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഏതാണ്ട് 5% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ടാറ്റ മോട്ടോഴ്സിന്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിളും പാസഞ്ചർ വെഹിക്കിളും അത് രണ്ട് എൻറ്റിറ്റി ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് ഷെയർ ഹോൾഡേഴ്സ് അംഗീകാരം കൊടുത്താണ് ടാറ്റ മോട്ടോഴ്സിനെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സഹായിച്ചത്. ഇന്ത്യ UK ആയിട്ടുള്ള ട്രേഡ് ഡീല് വന്നത് ഓട്ടോ കമ്പോണന്റ് കമ്പനികൾ ഇൻക്ലൂഡിംഗ് JLR ഉൾപ്പെടെയുള്ള ഓട്ടോ കമ്പനികൾക്കെല്ലാം അത് പോസിറ്റീവാണ്. 100% താരിഫിൽ നിന്ന് 10%ലേക്ക് വരുന്ന ഇത്തരം കമ്പനികൾക്കൊക്കെ വളരെ ഗുണകരമാണ്. ഇനി ഫോർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ FIs പ്രത്യേകിച്ച് പൊസിഷനിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പ്രോ ട്രേഡേഴ്സ് ഷോർട്ട് പൊസിഷൻ ഏതാണ്ട് 61%ലേക്ക് കൂട്ടിയിട്ടുണ്ട്. ഓപ്ഷൻസിൽ പ്രോ ട്രേഡേഴ്സ് കോൾ കൂടുതലായിട്ട് ബൈ ചെയ്തായിട്ട് കാണിക്കുന്നു. റീറ്റെയിൽ ട്രേഡേഴ്സ് ഷോർട്ട് പൊസിഷൻ കുറച്ചിട്ടുണ്ട് എങ്കിലും ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. FIs ഓപ്ഷൻസിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇന്നലെ മിഡ് ക്യാപ്പ് ഏതാണ്ട് 1.59 സ്മോൾ ക്യാപ്പ് 1.38% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. FMCG ഫാർമ മാത്രമാണ് ഇന്നലെ മൈനസിലേക്ക് ക്ലോസ് ചെയ്തത്. അതുപോലെ US ചിപ്പ് കയറ്റുമതി നിയന്ത്രണം നീക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തയുണ്ട്. പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ യുദ്ധം മാത്രമാണ് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് വരുവാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.